ഹലോ, വെൽക്കം ബാക്ക്. സോ ഇന്ന് നമ്മളൊരു കഫേയിലേക്കാട്ടോ വന്നത്. ഇത് വെറും ഒരു കഫേ അല്ല, ഇതൊരു ഡോഗ് കഫേയാണ്. ഇതിൻ്റെ പേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രൂ ലവ് കഫേ. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കുറേ ഫേമസ് ആയൊരു സംഭവമാണ്. അപ്പോൾ ഇവിടെ വരുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ. ഫസ്റ്റ് ഞാൻ നിങ്ങൾക്കിത് റെക്കമെൻഡ് ചെയ്യുന്നത് ഡോഗ് ലവേഴ്സ് ആണെങ്കിൽ മാത്രമാണ്. കാരണം നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ തന്നെ ഒരു 350 ബാത്താണ് ഇവിടെ എൻട്രി ഫീസ്. അപ്പോൾ അതൊക്കെ പേ ചെയ്ത് ഒരു 1 മണിക്കൂറിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സ്പെൻഡ് ചെയ്യുന്നതെല്ലാം. അപ്പം നിങ്ങളൊരു ഡോഗ് ലവർ അല്ലെങ്കിൽ ഇതിന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല, കാരണം വേസ്റ്റേജ് ഓഫ് മണി നമുക്ക് ആരും ആഗ്രഹിക്കില്ലല്ലോ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കയറുമ്പോൾ തന്നെ അവർ 3 സെക്ഷൻ കൂപ്പൺ തരും. അതിൽ ഒരു ഫ്രീ ഡ്രിങ്ക്, അതിലൊരു ഷൂ കവേഴ്സ്, ഇതൊക്കെ തരും. നമുക്ക് ഷൂ അലൗഡ് അല്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ നമുക്ക് ഒരു വീഡിയോ പ്ലേ ചെയ്യുന്ന ആ ടൈമിലാണ് നമ്മൾ ഈ ജ്യൂസൊക്കെ അടിച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ അതിൽ നമ്മളെങ്ങനെ ഇവരോട് ബിഹേവ് ചെയ്യണം, നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. അതായത് ഇവരെ പേഴ്സണൽ സ്പേസ് കയറി ഇവരെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ പിന്നാലെ നടന്ന് ഫോട്ടോ വീഡിയോസ് ഒന്നും എടുക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ ഒരു ഇൻസ്ട്രക്ഷൻസ് തന്നതിന് ശേഷമാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞാനും ഇവനും മാത്രമാണ് കയറിയത്. എൻ്റെ വിനാട്ടം കയറിയില്ല. ബിക്കോസ് ഈ സെയിം റീസൺ, മൂപ്പര് വലിയ ഡോഗ് ലവർ അല്ല. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ ഇരിക്കുന്ന സമയം കുറേ കുട്ടിപ്പട്ടാളങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ ഫീഡിങ് ടൈം ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ സാനിറ്റൈസ് ചെയ്തിട്ടാട്ടോ ഉള്ളിൽ കിടക്കുന്നത്. കാരണം അവർക്ക് നല്ല വൃത്തിയും കാര്യങ്ങളും പിന്നെ വല്ല ഡിസീസൊന്നും സ്പ്രെഡ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതപ്പോൾ ഇങ്ങനെ കുറേ ഇത്രയുള്ളൂ ഈ ഒരു സ്പേസിലാട്ടോ ഈ ഒരു ആക്ടിവിറ്റി, ഒരു 1 hour നമ്മൾ ഇവരോട് സ്പെൻഡ് ചെയ്യുന്നതും കാര്യങ്ങളും മൊത്തം. ഉള്ളിൽ കയറിയപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും ഇവനും ഇങ്ങനെ പ്രതീക്ഷിക്കുക കേട്ടോ. അതായത് ഇവരെല്ലാം ഇങ്ങനെ ഓടി വരും, നമ്മളെ അടുത്തേക്ക് ഇങ്ങനെ ഹഗ് ചെയ്യാനൊക്കെ ഓടി വരും. നമ്മളിങ്ങനെ പിടിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, ചറപ്പറ വീഡിയോ എടുക്കുന്നു. പക്ഷെ ഉള്ളിൽ അങ്ങനെയല്ല. കാരണം ഇവർക്ക് കുറേ വിസിറ്റേഴ്സ് ഓൾറെഡി കുറേ കണ്ട് ഇവർക്ക് മടുത്തിന്. അപ്പോൾ ഇവർ അവരെ വഴിക്ക് ഇങ്ങനെ നടക്കുമ്പോൾ ആ പോകുന്ന വഴിക്ക് നമ്മൾ പിന്നാലെ പോകും. പിന്നെ ഹൈജീൻ ഇപ്പോൾ കണ്ട പോലെ നിങ്ങൾക്ക് പേടിക്കേണ്ട. ഇവർ മിനിറ്റിന് ക്ലീൻ ചെയ്യും. തായ്ക്കാർക്ക് അങ്ങനെ പ്രശ്നമുണ്ട്. ഇവർ ഹൈജീൻ ഭയങ്കരമായിട്ട് കീപ്പപ്പ് ചെയ്യും. അപ്പം അതിനെക്കുറിച്ച് പ്രശ്നമൊന്നും നിങ്ങൾ പേടിക്കേണ്ട. ഹൈജീനാണ്, നല്ല ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറാണ്. പിന്നെ കെയർ ടേക്കേഴ്സ് എപ്പോഴും അവരോട് കൂടെ ഉണ്ടാവും. അപ്പം നമുക്ക് ഫോട്ടോ എടുത്ത് തരണമെങ്കിലും ഒക്കെ ഈ കെയർ ടേക്കേഴ്സ് നല്ല ഹെൽപ്പ് ചെയ്യും. പിന്നെ അവർ പെട്ടെന്ന് പാനിക്കാവോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അവരുടേതായ ഒരു മൂഡിൽ അവരിങ്ങനെ ഇരിക്കും. ഹസ്കീസ് അറിയാലോ, അവരവരുടേതായ ഒരു ലോകമാണ്, അങ്ങനത്തെ മൂഡാണ്. പിന്നെ വേറെയും ബ്രീഡ്സ് ഉണ്ട് ഇവിടെ, ഹസ്കീസ് മാത്രമല്ല വേറെയും കുറേ ടൈപ്പ് ബ്രീഡ് ഉണ്ട്. ഇതും പിന്നെ വേറെ അങ്ങനത്തെ കുറച്ച് പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. അങ്ങനത്തെ കുറച്ച് ടൈപ്പ് ബ്രീഡ്. അപ്പോൾ ഈ സ്ഥലം കാണാൻ കൊള്ളാവോ, ഇതെങ്ങനെ ഇത്രയും പൈസക്കുള്ള ക്വാളിറ്റി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. ഞാൻ വീഡിയോസിലും ഫോട്ടോസിലും മാത്രമേ ഈ ഹസ്കീസിനെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അവരെ കണ്ട് അവരെ തൊടാനും അവരെ ക്ലോസ് ആയിട്ട് നിൽക്കാനുള്ള ഒരു സമയം കിട്ടി. അതെനിക്ക് ഭയങ്കര വേർത്തിട്ടായി തോന്നി. അപ്പോൾ അതുകൊണ്ട് എന്നെ പോലത്തെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇത് റെക്കമെൻഡ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റഡ് ആവും കാരണം ഇവരെയൊക്കെ കാണുമ്പോൾ. പിന്നെ ഇതാണ് നമ്മളുടെ ഹൈലൈറ്റ് പാർട്ട്. ഇവിടെ നമ്മൾ ഇവരുമായിട്ട് നല്ലൊരു അടിപൊളി ഫോട്ടോയും വീഡിയോസും ഒക്കെ നമുക്ക് എടുക്കാം. അപ്പോൾ എത്ര വേണമെങ്കിലും എടുക്കാം എന്ന് കരുതി നമ്മൾ കുറേ റീൽസ് എടുത്തിട്ട് നമ്മൾ പുറത്താക്കും. അപ്പോൾ നമ്മൾ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് കെയർ ടേക്കേഴ്സ് തന്നെയാട്ടോ എടുക്കുന്നത്. നമ്മൾ ഫോൺ കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അത് നല്ല രസമായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് സ്ട്രെങ്ത് ആവശ്യമാണ്, കാരണം ഇവരെ നമ്മൾ ഒക്കത്ത് വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അത് നല്ലൊരു അടിപൊളി സെഷനായിരുന്നു എനിക്ക് അവനും. ഞങ്ങൾ അത്യാവശ്യം നല്ലപോലെ ഇവിടെ എൻജോയ് ചെയ്തിട്ടുണ്ട്. മാക്സിമം ആ 1 hour യൂട്ടിലൈസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കും ഇത് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്തായാലും വരണം, ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ഇതൊക്കെ എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. അപ്പം ഇത് ഏകദേശം നമ്മൾ അവസാനത്തെ ഒരു ഫൈനൽ റാപ്പ് ആണ് ഈ സംഭവം, ഈ ഒരു ഫോട്ടോ സെഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ.
അപ്പോൾ നമ്മുടെ വിസിറ്റ് ഇതോടുകൂടി അവസാനിക്കുകയാണ്. അപ്പോൾ ഇതാ നമുക്ക് ആ കൂപ്പോണിൽ ഉണ്ടായിരുന്ന അവസാനത്തെ വെള്ളം കിട്ടി. ഇനി ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു പർച്ചേസിങ് സെഷനും പിന്നെ ഒരു കഫറ്റീരിയ ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരിക്കാനൊന്നും നിന്നില്ല കേട്ടോ, ഞങ്ങൾ പോവുകയാണ്. അപ്പം ഇതാണ് നമ്മളുടെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ആൻഡ് എവറിത്തിങ് ചെയ്യണം. അപ്പം ഇതുപോലത്തെ വീഡിയോസ് ഇനി അപ്ലോഡ് ചെയ്യാൻ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, സീ യു നെക്സ്റ്റ് ടൈം.